നമ്മുടെ ഗായത്രി ചേച്ചി ഇപ്പൊ പറഞ്ഞുതരും ഒരാണും പെണ്ണും കൂടെ റൂമിൽ മുറിയെടുത്താൽ എന്താ സംഭവിക്കുന്നതെന്ന് ഗായത്രി ചേച്ചി ഇപ്പൊ പറയും. അത് ഈ റൂമൊക്കെ എടുക്കുന്ന ചുമ്മാ സംസാരിച്ചിരിക്കാനല്ല എന്നൊക്കെ എനിക്കറിയാം. പിന്നെ അതൊക്കെ എനിക്കറിയാം. അതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ടല്ല. പിന്നെ എന്നെന്താ വിശ്വാസമില്ല? പിന്നെ എന്തൊരു പ്രശ്നം? പക്രു ചേട്ടൻ മൈൻഡ് പോലും ചെയ്യാതിരുന്ന നമ്മുടെ ചേച്ചി പുതുമുഖ നടി ഏത് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒറ്റ ആള് കൊണ്ട് റീച്ച് കിട്ടിയ ഒരു ചേച്ചിയാണ്. ഇങ്ങനെ പലരും റീച്ച് കിട്ടിയിട്ടുണ്ട്, അതിലൊരാളാണിത്. എന്തായാലും ശരി, ചേച്ചിയുടെ വിശദീകരണം കേട്ട് നോക്കിയാൽ ചെറിയ കിസ്സിങ്ങും തഴുകലും തലോടലും മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. കൂടുതൽ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ഉത്തരവാദിത്വം ആണുങ്ങൾക്കാണ്. കേട്ടു നോക്കിയേ. അതായത് ഇപ്പോൾ രണ്ടുപേര് തമ്മിൽ ഒരു മുറിയിൽ കാണാമെന്ന് തീരുമാനിക്കുന്നു. പെൺകുട്ടി ചിലപ്പോൾ കുറച്ചു നേരം വർത്താനം പറഞ്ഞ് ഇരിക്കാനോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു സ്നേഹത്തിന് വേണ്ടി പ്രകടനം, അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് അതെനിക്ക് ലൈക്ക് ചെറിയ രീതിയിൽ ഒരു കിസ്സിങ്ങോ ഹഗിങ്ങോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കുറച്ച് സ്വകാര്യ നിമിഷങ്ങൾ പങ്കിടാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു സ്ത്രീ വരുന്നത്. ഇതിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും മുകേഷിന്റെയും ഒക്കെ പീഡനത്തിന്റെ തീവ്രത അളന്ന ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവരെ പോലെ തന്നെയാണ് ഇവരും സംസാരിക്കുന്നത്. ഇതിന്റെ തീവ്രത നോക്കുവാണ് സംഭവം. എന്ത് തെറ്റ് വന്നാലും ശരി പുരുഷൻ അത് ഏറ്റെടുത്തോളാം എന്നൊരു രീതിയിലാണ് അവരുടെ ലൈൻ പോയിക്കൊണ്ടിരിക്കുന്നത്.